വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഈശോ മിശിഹായിൽ അനുഗ്രഹീതരായ ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി പ്രോഗ്രാമിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. പ്രിയ ദൈവമക്കളെ, നാമായിരിക്കുന്നിടങ്ങളിൽ ശാന്തമായിരുന്ന് ഒരു നിമിഷം കണ്ണുകളെന്ന് അടയ്ക്കാമോ? പ്രാർത്ഥനാപൂർവ്വം ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഇപ്പോൾ അനുഭവിച്ചറിഞ്ഞ് ദൈവത്തെ വിളിക്കാം. അത്യുന്നതൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണമെന്ന് ഞാൻ പറഞ്ഞു. സങ്കീർത്തകൻ 77-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വചനത്തിൽ പറയും, ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം. ദൈവമേ, അങ്ങയുടെ ശക്തി എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ പ്രകടമാകുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകട്ടെ. ഒരു നിമിഷം കർത്താവിൻ്റെ കൈകളിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ചു ദൈവശക്തി വ്യാപരിക്കാൻ, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാൻ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കപ്പെടാൻ ദൈവമേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ മണിക്കൂറിൽ ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവ് നമുക്ക് പകർന്നു തരുമ്പോൾ ഹൃദയം തുറന്ന വചനം ഗ്രഹിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഫലം പുറപ്പെടുവിക്കുവാനുള്ളൊരു അഭിഷേകം നമ്മൾ ഓരോരുത്തരിലേക്ക് നിറയട്ടെ. ഈ നിമിഷം ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ നിറയണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ, കൃപയാൽ നയിക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് സകല വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് സ്വർഗത്തിലും ഈ ഭൂമിയിലും പാടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനകളോടും ലോകമ്പാട് അർപ്പിക്കപ്പെടുന്ന എല്ലാ വിശുദ്ധ ബലികളുടെ യോഗ്യതകളോടും ചേർത്ത് വെച്ചുകൊണ്ട് നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഈശോയിൽ അനുഗ്രഹീതരായ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം മിക്ക പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനമാണ്. മനുഷ്യ,
നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കർത്താവിന് കൊടുക്കുമ്പോഴാണ് അവിടുത്തെ അനുഗ്രഹം ലഭിക്കുന്നതും അത്യുന്നതൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാൻ. രോഗിയായ ഒരു വ്യക്തിയുടെ രോഗത്തിൻ്റെ നിർണയം നടത്തിയതിന് ശേഷം ആ രോഗത്തെ പ്രതിരോധിക്കാൻ ആവശ്യമായ മരുന്നാണ് ഡോക്ടർ വിധിക്കുന്നത്. അല്ലെങ്കിൽ ഓരോ സമയത്തും സഭയിലൂടെ നമുക്ക് കൂദാശകൾ നൽകപ്പെടുന്നുണ്ടല്ലോ. ഓരോ കാലഘട്ടത്തിനും അനുയോജ്യമായ ദൈവകൃപ നമ്മളിലേക്ക് നിറയാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നവയാണ് നൽകപ്പെടുന്നത്. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും. മനുഷ്യർക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരുമ്പോൾ ദൈവം എന്താണ് മനുഷ്യരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി ദൈവത്തിന് കൊടുക്കാൻ കഴിയാത്തതാണ് ദൈവ മനുഷ്യ ബന്ധത്തിലെ വിള്ളലിന് കാരണം. പ്രൈസ് ദി ലോർഡ്. ദൈവ മനുഷ്യ ബന്ധത്തിലെ വിള്ളലിന് കാരണം അതാണ്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, മിക്ക പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് 6-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ ചോദിക്കുന്നുണ്ട്. ദൈവജനത്തിൻ്റെ ഒരു ചോദ്യമാണത്. കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ എന്ത് കാഴ്ചയാണ് കൊണ്ടുവരേണ്ടത്? അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് കുമ്പിടേണ്ടത്? എന്ത് കാഴ്ചയാണ് കൊണ്ടുവരേണ്ടത്? എങ്ങനെയാണ് കുമ്പിടേണ്ടത്? ദഹനബലിക്ക് ഒരു വയസ്സുള്ള കാളക്കിടാവുമായിട്ടാണോ ഞാൻ വരേണ്ടത്? ആയിരക്കണക്കിന് മുട്ടാടുകളിലും 10,000-കണക്കിന് എണ്ണപ്പുഴകളിലും അവിടുന്ന് സംപ്രീതനാകുമോ? എൻ്റെ അതിക്രമങ്ങൾക്ക് പരിഹാരമായി എൻ്റെ ആദിജാതനെ ഞാൻ നൽകണമോ? ആത്മാവിൻ്റെ പാപത്തിന് പകരം ശരീരത്തിൻ്റെ ഫലം കാഴ്ചവെക്കണമോ? മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യ, നീ വരുന്ന ദഹന ബലിവസ്തുക്കളല്ല ദൈവത്തിന് വേണ്ടത്. നിന്റെ കാഴ്ചവസ്തുക്കളല്ല വേണ്ടത്. മുട്ടാടുകളും കാളക്കുട്ടിയും എണ്ണപ്പുഴകളും അല്ല നിനക്ക് വേണ്ടത്. ദൈവത്തിന് വേണ്ടത് മുട്ടാടുകളും കാളക്കുട്ടിയും എണ്ണപ്പുഴകളും അല്ല ദൈവത്തിന് വേണ്ടത്. പിന്നെയോ ദൈവത്തിന് വേണ്ടത് എന്താണെന്ന് ദൈവം വ്യക്തമാക്കിയിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന് മുമ്പിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നല്ല സമരിയാക്കാരൻ്റെ ഉപമയിലൂടെ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളോട് കരുണ കാണിക്കുന്നവനാണ് യഥാർത്ഥ അയൽക്കാരനെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീയും പോയി ചെയ്യാൻ ആവശ്യപ്പെടുന്നതാണ്, കരുണ കാണിക്കാനാണ് കാരുണ്യവാനായ ദൈവം നമ്മോടും ആവശ്യപ്പെടുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തുവാനിസ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മാസവും നടക്കുന്ന പരിശുദ്ധാത്മാ അഭിഷേക ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് ഒരു കുടുംബം വരികയുണ്ടായി. ആ കുടുംബത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒത്തിരിയേറെ ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളവരാണ്. ധ്യാനം കൂടും. മദ്യപാനിയായ ഭർത്താവ് ഏതാനും നാളുകളിലേക്ക് മദ്യപാനം നിർത്തും. വീണ്ടും ഏതെങ്കിലും സാഹചര്യം വരുമ്പോൾ മദ്യപാനം വീണ്ടും തുടങ്ങും. പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പലതവണ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് വരെ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ദേവാലയത്തിലെ എല്ലാ കമ്മിറ്റിയിലും പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ടയാൾ.
ദേവാലയ നിർമ്മാണത്തിന് ലക്ഷക്കണക്കിന് രൂപയാണ് സംഭാവനകൾ നൽകുന്നയാൾ. എല്ലാ ആദ്യ വെള്ളിയാഴ്ചയിലും കുടുംബസമേതം എണ്ണ ഒഴിക്കാനും പ്രാർത്ഥിക്കാനും നവേനകൾക്കും ഒക്കെയായിട്ട് പോകുന്നുണ്ട്. സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ മാന്യമെന്ന് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഒരു കുടുംബമാണ്. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ഒരു കെട്ട് കിടക്കുകയാണ്. ഈ കെട്ടിൽ നിന്ന് മോചിതരാകാൻ സാധിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത് ഈ മനുഷ്യൻ്റെ മദ്യപാനത്തെയാണ്. മക്കൾ ഇദ്ദേഹത്തെ വെറുക്കാൻ തുടങ്ങി, ഭാര്യ മടുത്തു. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, അദ്ദേഹത്തിൻ്റെ കാര്യമായിട്ടല്ല അദ്ദേഹം പറയുന്നത്, ഒരു മദ്യപാനിയാകുന്നതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. അദ്ദേഹം മാത്രമാകണമെന്നില്ല, അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളും അതിന് കാരണമാകാം. അദ്ദേഹവുമായി ഏറെ നേരം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പല സ്ഥലത്തും ട്രീറ്റ്മെൻറ്റിനും കൗൺസിലിങ്ങിനും ധ്യാനത്തിനൊക്കെ പോയിട്ടുണ്ട്. കാര്യം എനിക്ക് മനസ്സിലായി, പക്ഷേ എനിക്കത് പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? അപ്പോൾ അദ്ദേഹം പങ്കുവെച്ചു, ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ ആവശ്യത്തിന് അധികം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഭാര്യ ഒരു ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ഞാൻ ജോലി ചെയ്യുമ്പോൾ മക്കളുടെ കാര്യമൊക്കെ ഉത്തരവാദിത്വമൊക്കെ അവളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അല്പസ്വല്പമൊക്കെ മദ്യപിക്കുന്ന ഒരു സ്വഭാവം അന്നും എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇത്രത്തോളം ഞാൻ അഡിക്റ്റ് ആകാനുള്ള കാരണം എൻ്റെ ചോദ്യങ്ങൾക്ക് എൻ്റെ ഭാര്യ ഉത്തരം നൽകാത്തതാണ്. ഇവളുടെ മൗനമാണ് എന്നെ അസ്വസ്ഥനാക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഏതാണ്ട് 25 ലക്ഷം രൂപയോളം ഭാര്യയുടെ ബിസിനസ്സിലൂടെ നഷ്ടം സംഭവിച്ചു. പെൻഷനായ അദ്ദേഹത്തിന് ലഭിച്ച തുക മുഴുവൻ കടം വീട്ടാനായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഷോക്ക്, ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചതെല്ലാം തീർന്നു എന്നൊരു ഷോക്ക് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അദ്ദേഹം പല ധ്യാനങ്ങളും കൂടി ക്ഷമിച്ചു എന്ന് പറയുമ്പോഴും ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രകോപിതമാകുന്ന വിധത്തിലുള്ള ഒരു ഇടപെടൽ ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ ഉണ്ടാകുമ്പോൾ അദ്ദേഹം വീണ്ടും നിയന്ത്രണമില്ലാതെ മദ്യത്തിനടിമയാവുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, താങ്കൾ എല്ലാ കാര്യങ്ങളിലും വളരെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവം താങ്കളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണെന്നോ മിക്ക പ്രവാചകന്റെ പുസ്തകത്തിലെ 6-ാം അധ്യായം 8-ാം വചനമാണ്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, ദൈവത്തിൻ്റെ മുമ്പിൽ വിനീതനായി ചരിക്കുക. നഷ്ടങ്ങളെ ഓർത്തല്ല നോക്കേണ്ടത്, ദൈവം നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് നോക്കണം. ഞാൻ പറഞ്ഞു കൊടുത്ത എത്രയോ കുടുംബങ്ങളിൽ മക്കൾ അകാലത്തിൽ നഷ്ടപ്പെട്ടു പോയ അവസ്ഥകളുണ്ട്. മക്കളെ ഓർത്ത് വിലപിക്കുന്ന മാതാപിതാക്കളുണ്ട്. അകാല മരണങ്ങളൊന്നും സഹോദരൻ്റെ കുടുംബത്തിൽ സംഭവിച്ചിട്ടില്ലല്ലോ. സാമ്പത്തികമായ നഷ്ടം മാത്രമല്ലേ ഉള്ളൂ. സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതമെന്നാണല്ലോ വചനം പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ മുമ്പിൽ ദരിദ്രരാകാൻ ദൈവം തന്നൊരവസരമായി ഇതിനെ കണ്ടുകൂടെ? സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതമെന്നാണല്ലോ വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്രയും ദുരിതം അങ്ങ് മാറിക്കിട്ടി, അതിനെൻ്റെ ഭാര്യ എന്നെ സഹായിച്ചു എന്നൊന്ന് കാണാൻ വിശ്വസിക്കാൻ പറ്റുമോ? പോട്ടെ, അങ്ങനെ പറ്റിയില്ലെങ്കിലും ദൈവത്തിന് മുമ്പിൽ നമ്മൾ കരുണ ചോദിക്കാറുണ്ടല്ലോ ദൈവത്തോട്. ദൈവം നമ്മളോട് തിരിച്ചാവശ്യപ്പെടുകയാണ്, ഞാൻ നിൻ്റെ കുറവുകളെ, നിൻ്റെ വഴിതെറ്റിയ യാത്രകളെ, നിൻ്റെ പോരായ്മകളെ, നിൻ്റെ വിവരക്കേടുകളെ ഒക്കെ ക്ഷമയോടെ സ്വീകരിച്ചിട്ട് നിന്നെ അനുഗ്രഹിക്കുകയാണ്. നിൻ്റെ ബലഹീനതകളിൽ, നിൻ്റെ വഴിതെറ്റിയ തന്നിഷ്ടത്തിൻ്റെ പ്രവൃത്തികളിലൊക്കെ ഞാൻ നിന്നെ കരുണ കാണിച്ച് എൻ്റെ കൂടെ നിർത്തുമ്പോൾ എന്തേ എന്നിൽ നിന്ന് നിനക്ക് കിട്ടുന്ന ഈ കരുണ നീ നിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നില്ല? അവളുടെ ഒരു ബലഹീനതയെ, അവളുടെ കുറവിനെ, അവളിലൂടെ ഉണ്ടായ വലിയ നഷ്ടത്തെ എന്തുകൊണ്ട് നിനക്ക് കരുണയോടെ നോക്കാൻ കഴിയുന്നില്ല? അവിടെയാണ് നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നീതി എന്ന് മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടമെന്ത് എന്ന് മനസ്സിലാക്കുകയാണ്
നീതി പ്രവർത്തിക്കുക എന്നതുകൊണ്ട് ബൈബിൾ വിവക്ഷിക്കുന്നത്. ബൈബിളിൽ 3 വ്യക്തികളെ പ്രത്യേകമായി നീതിമാന്മാരെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ 3 വ്യക്തികളുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. നീതി എന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് പ്രവർത്തിക്കുക എന്നതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയുള്ളവനായി ഒരു മനുഷ്യനെ ദൈവം കാണുകയാണ്. അത് നമുക്ക് മറ്റാരുമല്ല, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായ നോഹ. നോഹയെ നോക്കി ദൈവമായ കർത്താവ് തൻ്റെ വചനത്തിൽ പറയുകയാണ്, നോഹ നീതിമാനായിരുന്നു, ആ തലമുറയിലെ കറയറ്റ മനുഷ്യനായിരുന്നു അവൻ. അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു. ഇപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ അസ്വസ്ഥതകൾക്കും ചില ബലഹീനതകൾക്കും ദുശീലങ്ങൾക്കും വരെ കാരണമാകുന്നത് ഈ ഒരു നീതിബോധമില്ലായ്മയാണ്, കരുണയില്ലായ്മയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമെന്ത്? ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കുന്ന ഞാൻ ആ കരുണ എന്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നില്ല എന്ന് ചിന്തിക്കാൻ കഴിയാത്തതാണ്. നോഹ എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, അവൻ നീതിമാനായിരുന്നു, ആ തലമുറയിലെ കറയറ്റ മനുഷ്യനായിരുന്നു, അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണ്. ദൈവത്തിൻ്റെ ഹിതമെന്ത് എന്ന് കണ്ടെത്തുന്ന നീതിമാൻ, തലമുറയിൽ കറയറ്റവനായി ജീവിക്കുന്ന, ദൈവത്തിൻ്റെ മാർഗം വിവേചിച്ചറിഞ്ഞ് ആ മാർഗത്തിലൂടെ മാത്രം ചരിക്കുന്ന ഒരു വ്യക്തിയെയാണ് ദൈവം ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം, അങ്ങനെ ഒരു ജീവിതം ദൈവത്തിന് കൊടുക്കാനാണ് ദൈവം വചനത്തിലൂടെ ആവശ്യപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ തലമുറയിൽ അനുഗ്രഹിക്കപ്പെട്ടവനായി നോഹ മാറി. ജലപ്രളയത്തിൽ അവൻ മാത്രം രക്ഷപ്പെട്ടു. ഈ ലോകത്തിൻ്റെ തിന്മയുടെ പ്രളയത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണമോ? ദൈവം ഒരുക്കുന്ന ദൈവീക പെട്ടകത്തിൽ ദൈവം നിനക്ക് അഭയം നൽകണമോ? നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, കറയറ്റവനായി ജീവിക്കുക. ഈ ഒരു ബോധ്യം തിരുവചനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറയട്ടെ. രണ്ടാമതായി നമ്മൾ കാണുന്ന വ്യക്തിത്വം ജോബിൻ്റെ പുസ്തകത്തിലാണ്. ജോബിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ജോബിനെ കുറിച്ച് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: ഊസ് ദേശത്ത് ജോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ജോബിൻ്റെ ദേശത്തെ അവിടെ സൂചിപ്പിച്ചിട്ട് പറയുകയാണ്, ആ ദേശത്ത് തിന്മയിൽ നിന്നകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനുമായിരുന്നു. നിഷ്കളങ്കനും നീതിനിഷ്ഠനും ദൈവഭക്തനുമായ മനുഷ്യനായിരുന്നു ജോബ്. ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ് എന്ന് നമുക്ക് പിന്നീടുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. ആ ജോബിനെ സഹനത്തിലൂടെ കൊണ്ടുപോകാൻ സാത്താൻ ദൈവത്തോട് അനുവാദം ചോദിക്കുകയാണ്. ദൈവം സാത്താൻ്റെ മുമ്പിൽ അഭിമാനപൂർവ്വം പറയുകയാണ്, എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ, അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം തന്നെ ചോദിക്കുകയാണ്, അവനെപ്പോലെ സത്യസന്ധൻ, നിഷ്കളങ്കൻ, ദൈവത്തെ ഭയപ്പെടുന്നവൻ, തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണെന്ന് വചനം നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമെന്ത് എന്ന് ജോബ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രിയങ്കരനായി ജീവിക്കുന്ന ജോബിൻ്റെ മേൽ കൈവയ്ക്കാൻ കർത്താവ് സാത്താൻ അനുവാദം കൊടുത്തു. അങ്ങനെ
സാത്താൻ്റെ പീഡനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അനുഭവിക്കേണ്ടി വരുമ്പോൾ ജോബ് അതിന് മറുപടി പറയുന്ന രംഗമുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളിൽ. അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ജോബ് നീതിനിഷ്ഠനാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമെന്ത് എന്ന് അവൻ കണ്ടെത്തി. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണ് എന്ന്, പദ്ധതി എന്താണ് എന്ന് മനസ്സിലാക്കണമെന്ന്, അതനുസരിച്ച് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണമെന്ന്. ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണ്. വീണ്ടും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ജോസഫ് നീതിമാനായിരുന്നു. അവൻ നീതിമാനായിരുന്നു ജോസഫ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സ്വഭാവം അവനുണ്ടായിരുന്നു. ആരെയും അപമാനിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. അവൻ നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും രഹസ്യമായി ഉപേക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം കണ്ടെത്താനുള്ള ഒരു ശ്രമം, അവൾ അപമാനിക്കപ്പെടരുത് എന്നുള്ള ഒരാഗ്രഹം, ഒരു നന്മ ആ മനുഷ്യനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ദൈവത്തോട് ആലോചന ചോദിച്ചു. എന്താണ് ദൈവമേ നിന്റെ ഇഷ്ടം? നീതിമാനാണ് അങ്ങനെ ചോദിക്കുന്നത്. അവൻ ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ജോസഫ്, നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കട്ട. എന്നാൽ അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്ന്. അപ്പോൾ ജോസഫിന് ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെട്ട് കിട്ടുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നതെന്ന് അത് മനസ്സിലാക്കിയപ്പോൾ അവൻ അവളെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീതിമാന്മാരുടെ രാജ്യമാണ് ദൈവരാജ്യം. ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരുടെ രാജ്യമാണ് ദൈവരാജ്യം. എൻ്റെ ഈ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായാണ് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രതികൂലതകൾക്ക് മധ്യേ, പ്രതിസന്ധികൾക്ക് മധ്യേ ദൈവത്തിൻ്റെ ഹിതമെന്ത് എന്ന്, ദൈവിക പദ്ധതി എന്ത് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ച് ആ ജീവിതം സമർപ്പിക്കുന്നവരായി നമ്മൾ മാറണം. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, ദൈവത്തിൻ്റെ മുമ്പിൽ വിനീതരായി ചരിക്കുക. ഇതല്ലേ ദൈവം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്ത തിരുവചനത്തിൻ്റെ അത്ഭുത അഭിഷേകത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ജീവിക്കുവാൻ, ആവശ്യപ്പെടുന്ന ഫലം, കാഴ്ചകൾ അങ്ങേക്ക് സമർപ്പിക്കുവാൻ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കോലാടുകളെക്കാളും മുട്ടാടുകളെക്കാളും എണ്ണപ്പുഴകളെക്കാളും അങ്ങ് ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഹിതമെന്ത് എന്ന് മനസ്സിലാക്കി നീതി പ്രവർത്തിക്കുന്ന ഒരു ജീവിതവും, മറ്റുള്ളവരുടെ കുറവുകളിലും ബലഹീനതകളിലും അവരോട് കരുണ കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ ജീവിതവും, ദൈവത്തിൻ്റെ മുമ്പിൽ വിനീതമായി ചരിക്കുന്ന, ദൈവത്തിൻ്റെ മുമ്പിൽ സർവ്വതും സമർപ്പിക്കുന്ന ഒരു ദാസന്റെ, ദാസിയുടെ ജീവിത മനോഭാവമാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ വചനത്തിലൂടെ കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതങ്ങളെ ഉടച്ചു വാർക്കണമേ. നാളിതുവരെ ദൈവഹിതത്തിൽ നിന്ന് മാറിപ്പോയ ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളുണ്ട് എങ്കിൽ അതെല്ലാം തിരുത്തി നിന്നിലേക്ക് മടങ്ങി വരുവാൻ നീ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, കർത്താവിൻ്റെ മുമ്പിൽ വിനീതരായി ചരിക്കുക എന്ന തിരുവചനത്തിൻ്റെ അത്ഭുത അഭിഷേകം ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലേക്ക്,
വ്യക്തി ജീവിതങ്ങളിലേക്ക്, സാമൂഹ്യ ബന്ധങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. കാരുണ്യത്തിൻ്റെ അഭിഷേകം, ദൈവകൃപയുടെ അഭിഷേകം, നീതിയുടെ അഭിഷേകം, നീതിയുള്ള ന്യായാധിപനായ കർത്താവേ, നീ ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നീതിമാന്മാരുടെ രാജ്യത്തിന് അവകാശികളാകാൻ നീതിയുടെയും കരുണയുടെയും മാർഗത്തിൽ കർത്താവെ നീ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളെ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ എല്ലാ തിന്മകളും തിന്മയുടെ സ്വാധീന ശക്തികളും ഇപ്പോൾ ഈ നിമിഷം തന്നെ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. യേശുവിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് നിറയട്ടെ, വചനത്തിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് നിറയട്ടെ, ദൈവകൃപ ഞങ്ങളിലേക്ക് നിറയട്ടെ, പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വസിക്കട്ടെ, ഞങ്ങളെ നയിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ആവശ്യപ്പെടുന്നത് മാത്രം നൽകുവാനുള്ള ഒരു അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നശ്വരമായവയിൽ ലക്ഷ്യം വയ്ക്കാതെ അനശ്വരമായ ദൈവിക പദ്ധതിയോട് ചേർന്നുകൊണ്ട് ദൈവമഹത്വത്തിനായി നീതിമാന്മാരുടെ രാജ്യത്തിന് ഉതകുന്ന വിധത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി ദൈവമേ, നന്ദി ദൈവമേ, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ